ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ശർക്കര പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒരു 20 മിനിറ്റ് കൊണ്ട് ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പായസം കൂടിയാണ് ഇട്ടത്. അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ 1.25 കപ്പ് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 3-4 വട്ടം നമുക്ക് കഴുകി എടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിൽ 5 കപ്പാണ്. അരി എടുത്ത് അതേ കപ്പ് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും അളന്നെടുത്തിട്ടുള്ളത്. ഉരുളിയിലാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് കുക്കറിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഒരു 2-3 വിസിൽ മതിയാവും കുക്കറിലാണെന്നുണ്ടെങ്കിൽ. ഇതൊന്ന് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. തിളച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്ലെയിമിൽ ഇരുന്നിട്ട് തന്നെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും അതിലേക്ക് വേണ്ട ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് ശർക്കരപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര അച്ചാണെന്നുണ്ടെങ്കിൽ ഒരു 6-7 എണ്ണമൊക്കെ എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അതിലിടക്ക് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള അരിയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. 6-7 കപ്പ് എടുക്കാം. അപ്പോൾ കുറച്ച് ലൂസിലായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 5 കപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ. അരി ഒന്നുകൂടി വേവാനുണ്ട്. അപ്പോൾ അരി നന്നായി വെന്തതിന് ശേഷം വേണം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാനായിട്ട്. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അരിയുടെ വേവ് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി വെന്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ അത്യാവശ്യത്തിനുള്ള തിക്കായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വേവ് മതി. ഈ ഒരു അളവിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരയുടെ അച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് അരിച്ചൊഴിക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പൊടിയാണ് ഇട്ടിട്ടുള്ളത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ശർക്കരയും അരിയും കൂടി നന്നായിട്ട് തന്നെ മിക്സായിട്ട് വരണം. എന്നിട്ടൊരു 2 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ അരിയും ശർക്കരയൊക്കെ നല്ലപോലെ തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഞാൻ 1 കപ്പ് തേങ്ങയായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ആ പിഴിഞ്ഞെടുത്തിട്ട് അതുപോലെ തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഈ തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിലും അങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ തേങ്ങ കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ശർക്കരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരം കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാനിവിടെ കുറച്ച് ശർക്കരപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു 3 കപ്പ് വരെയൊക്കെ ആവാം കേട്ടോ. ഞാനിവിടെ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ കൂടുതൽ എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 കപ്പൊക്കെ ആവും. എപ്പോഴും പായസത്തിന് മധുരമല്ല മുന്നിട്ട് നിൽക്കേണ്ടത്. 3 കപ്പ് എടുത്താൽ അത് അധികമാവുന്നില്ല, കറക്റ്റ് തന്നെ ആയി വരുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും മധുരം മതി, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇറക്കി വെക്കാം. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് മാത്രം ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ കുറച്ച് കിസ്മിസും തേങ്ങാക്കൊത്തും കൂടി ഒന്ന് വറുത്തിടുന്നുണ്ട്. ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നെയ്യ് മാത്രം മതിയാവും കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ ഒരു പായസത്തിൻ്റെ ഇത് വരാൻ വേണ്ടിയിട്ടാണ് ഈ കിസ്മിസും തേങ്ങാക്കൊത്തും കൂടിയിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കുന്നത്. ഈ നെയ്യ് അതുപോലെ തന്നെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇനി അത് നെയ്യോട് കൂടി തന്നെ നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ശർക്കര പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പമാണ് കേട്ടോ. ഇപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആർക്കും വളരെ എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ ഒരു പായസം.
പായസം ഇറക്കി വെച്ചപ്പോഴേക്കും നന്നായിട്ട് തന്നെ തിക്കായി വന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ചുടുവെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴും മധുരമൊക്കെ ബാലൻസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പം ആർക്കും തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ശർക്കര പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടത്. ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിലാണ് ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.